പൗരത്വ നിയമത്തിനെതിരെ രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് ധർണ. പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ധർണ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചിട്ടും നടക്കാത്തതിനാലാണ് CAA വഴി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇന്ന് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക്, മതേതര വിശ്വാസികൾക്ക് അവർക്ക് ബോധ്യം വന്നു കോൺഗ്രസിന്റെ അഭാവം എത്രമാത്രം ക്ഷീണം ഈ രാജ്യത്തിനുണ്ടാക്കി. കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നത് സംഘപരിവാർ സർക്കാരിനെ, മോഡി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഈ നിയമമുണ്ടാക്കിയതിനെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുകയും അത് പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ പോരാടുകയും ചെയ്യും. അല്ലമീൻ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അല്ലമീൻ, ഈ പ്രതിഷേധം ധർണ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? പൗരത്വ ഭേദഗതി നിയമത്തിൽ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷം കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റേത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള, വോട്ട് ലക്ഷ്യം വെച്ചുള്ള നടപടിയായിട്ടാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അതിനെ രാജ്യ തലത്തിലുള്ള, ദേശീയ തലത്തിലുള്ള വിഷയമായി കണ്ടുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഏതായിരുന്നാലും CPM-മായി ചേർന്നൊരു പോരാട്ടത്തിനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ നടപടിയാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ ഒരു വർഗീയ ധ്രുവീകരണം കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചു. അത് നടപ്പാകാതെ വന്നപ്പോൾ മറ്റൊരു തന്ത്രം പയറ്റുന്നു എന്നുള്ളതാണ് കേന്ദ്രത്തിനെതിരെ വിമർശനമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെയും ഈ വിഷയത്തിൽ അവരുടെ ആത്മാർത്ഥത കൂടി പ്രതിപക്ഷം കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും പറയുന്നു. അതോടൊപ്പം നിയമ പോരാട്ടം നടത്തുന്നു, സുപ്രീം കോടതി സമീപിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. പക്ഷേ അപ്പോഴും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധ പരിപാടികളിൽ ഏതാണ്ട് 800-ലധികം കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടും ഇപ്പോഴും ഏതാണ്ട് 700ഓളം കേസുകൾ ആ വിധത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. പല ആളുകളും ഇപ്പോഴും കോടതി കയറിയിറങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് ആത്മാർത്ഥത ഇല്ലാത്തതാണ് എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. CAA നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിനോടൊപ്പം സംഘപരിവാർ നിലപാടിനോടൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രചരണം ആ അർത്ഥത്തിൽ ശക്തമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമവും വലിയ രീതിയിൽ ചർച്ചയാകും. അങ്ങനെ ചർച്ചയാകുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ ആത്മാർത്ഥതയെ സർക്കാരും ഭരണപക്ഷവും ചോദ്യം ചെയ്യുന്നത് ഒത്തൊരുമിച്ചുള്ള സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളത് മുൻനിർത്തിയായിരിക്കും. പക്ഷേ അതേസമയം ഈ കേസുകളുടെ കാര്യത്തിൽ കേസുകൾ പിൻവലിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള മറു ചോദ്യം പ്രതിപക്ഷവും ഉയർത്തും. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധം, അതോടൊപ്പം നിയമപരമായിട്ടുള്ള പോരാട്ടം, നിയമയുദ്ധവും തെരുവ് യുദ്ധവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിലും ഈ വിഷയം സജീവ ചർച്ചയായി തന്നെ നിലനിർത്താനുള്ള ആലോചനയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്ഭവനിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തിയത്. മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും KPCC-യുടെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും അടക്കം തെരുവ് യുദ്ധവുമായിട്ടും നിയമപരമായിട്ടും ഒക്കെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം.